ബിഗ് ബോസ് മലയാളം സീസൺ 7 വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. ജിസയിലും അനുമോളും കൂടി ജയിലിൽ കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം രണ്ടാൾക്കാരെയും ജയിലിൽ പോയിട്ട് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു തീർക്കെന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ഒരു പണിഷ്മെന്റ് കൊടുത്തിരുന്നല്ലോ. അതിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും ജയിലിൽ പോയിരിക്കുകയാണ്. ജയിലിൽ കിടന്നുകൊണ്ട് പോരടിക്കുന്നതിന്റെ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അനുമോളാണ് ആദ്യം ജയിലിലെത്തിയത്. പിന്നീട് ജിസയിൽ വരുന്നു. നൈസ് ടു മീറ്റ് യു എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിസയിൽ അങ്ങോട്ട് കയറുന്നത്. വലിയ മൈൻഡൊന്നും കൊടുക്കാതെ കിടക്കുകയാണ് അനുമോള്. അപ്പോൾ ചോദിക്കുകയാണ്, നീ സംസാരിക്കത്തില്ലേ? സംസാരിക്കും. ജിസയില് അനുമോളെ പ്രൊവോക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു ലിപ്സ്റ്റിക് എടുത്ത് നീട്ടിക്കൊണ്ട്, എന്നാ നിനക്ക് ലിപ്സ്റ്റിക് വേണോ? എനിക്ക് വേണ്ട. തുടർന്ന് കാണുന്നത് ആര്യൻ എവിടേക്ക് വരുന്നതാണ്. ആര്യൻ വന്ന് അനുമോളെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, നിനക്കെന്താ പ്രശ്നം? ഞാൻ അവളോട് സംസാരിക്കുന്നതിന് നിനക്കെന്താണ് പ്രശ്നം? നിനക്ക് ജലസാണ്. ഇത് പറഞ്ഞുകൊണ്ട് അനുമോളുടെ നേരെ ആര്യൻ തട്ടിക്കയറുന്നു. ജിസയിൽ അനുമോളോട് ചോദിക്കുകയാണ്, നീ ആര്യനുമായിട്ട് ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നില്ലേ? എന്ത് ലവ് ട്രാക്ക്? ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ആര്യനുമായിട്ട് ലവ് ട്രാക്ക് നടത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ് അങ്ങനെ പറയുന്നത്. ജിസയില് ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ആര്യനും അനുമോളും തമ്മിൽ ലവ് ട്രാക്ക് എന്ന് ആരൊക്കെ കണ്ടിട്ടുണ്ട്? ആര്യൻ തുടക്കത്തിൽ അനുമോളുടെ പുറകിന് നടന്ന് ചൊറിയുകയും ഒരു ലവ് ട്രാക്കിനുള്ള ചൂണ്ടയൊക്കെ ഇടുകയും ചെയ്തത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സാധനം അപ്പോൾ തന്നെ അനുമോള് അടിച്ച് ബൗണ്ടറിക്ക് അപ്പുറം കളയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അല്ലെങ്കിൽ തന്നെ ഈ ആര്യനുമായിട്ടൊക്കെ ആർക്കാണ് ഈ ലവ് ട്രാക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഒരുപക്ഷെ ജിസയിലിന് അത് പറ്റുമായിരിക്കും. വന്നു കയറിയ ആ ആഴ്ചയിൽ ആര്യൻ അനുമോളുടെ പുറകിന് നടക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും ഈ പറയുന്നത് ഈ ലവ് ട്രാക്കൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം. സത്യത്തിൽ ഇത്രയും ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള, കൂടെ നടക്കുകയും അപ്പോൾ തന്നെ പിൻപിൽ നിന്ന് കുത്തുകയും ചെയ്യുന്ന, ഒട്ടും തന്നെ നേരും നെറിയുമില്ലാത്ത, കരയേണ്ടപ്പോൾ ചിരിക്കുകയും ചിരിക്കേണ്ടപ്പോൾ കരയുകയും ചെയ്യുന്ന, വ്യക്തിത്വത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരാളിനെ അത് ബോധ്യപ്പെടുന്ന ആരെങ്കിലും ലവ് ട്രാക്ക് പിടിക്കുവാനും കൂടെ നടത്താനും തയ്യാറാകുമോ? ഞാനിത് വെറുതെ പറയുന്നതല്ല. ആര്യൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആ വീട്ടിൽ പലരും ഐഡന്റിഫൈ ചെയ്തു. അതിനുശേഷം കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു കയറ്റിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. ഈ സംസാരങ്ങളെല്ലാം നടന്നതിന് ശേഷം ഈ ഒരു പ്രശ്നം പ്രകടമായി വെളിപ്പെട്ടു വരുവാൻ തുടങ്ങി. ബിഗ് ബോസ് വീട്ടിലും പുറത്തും ഇത് ചർച്ചയാകുവാൻ തുടങ്ങി. ഈ ഒരു വിഷയം വൈറലാകുവാൻ തുടങ്ങിയപ്പോൾ ആര്യന്റെ ഇൻസ്റ്റഗ്രാമിൽ ഒരു അപ്ഡേറ്റ് വന്നു. അതിങ്ങനെയാണ്, ആര്യന് ADHD എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് എന്ന്. ADHD എന്ന ചുരുക്കെഴുത്തിന്റെ ഫുൾ ഫോം അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് എന്നാണ്. അപ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അയാളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ തന്നെ സമ്മതിക്കുകയാണ്. ഇത് വീട്ടുകാർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനിയും തിരിച്ചറിയാതിരിക്കുന്നത് ഒരുപക്ഷെ ജിസയിൽ മാത്രമായിരിക്കും. എന്തായാലും ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഉള്ള ഒരാളിനെ എങ്ങനെയാണ് ലവ് ട്രാക്ക് പിടിച്ച് ഒരാൾ കൂടെ കൊണ്ട് നടക്കുക? എന്തായാലും വൈകിട്ടത്തെ എപ്പിസോഡിൽ നമുക്ക് ഈ പ്രൊമോ വിശേഷങ്ങൾ പൂർണ്ണമായിട്ട് വെളിപ്പെട്ടു വരുന്നത് കാണാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.